കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച രണ്ടാമത്തെ സിനിമ, മികച്ച കഥ എന്നീ പുരസ്കാരം കരസ്ഥമാക്കിയ തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ സംവിധായകൻ സെന ഹെഗ്ദെ, മ്യൂസിഷ്യൻ മുജീബ് മജീദ്, സിനിമാറ്റോഗ്രാഫർ ശ്രീരാജ് രവീന്ദ്രൻ, ഇവരാണെന്ന് ക്യൂ അഭിമുഖത്തിൽ. വെൽക്കം. താങ്ക്സ്. മികച്ച കഥ, മികച്ച രണ്ടാമത്തെ സിനിമ, എന്ത് തോന്നുന്നു? Oh, very happy. We didn't expect. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. I mean, after IFFK, we thought we have made a good film. We didn't expect any of the awards or stuff. So, quite surprised and quite happy. ഈ ഒരു സിനിമയുടെ എഴുത്തിന്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ തന്നെ പതിയെ രസം പിടിച്ചു തുടങ്ങുന്ന ഒരു രീതിയാണല്ലോ അവർ അപ്രോച്ച് ആകുമ്പോൾ എന്റെ സ്ക്രിപ്റ്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനൊരു എഴുത്തിന്റെ സമയത്ത് അത്രമേൽ ഇഷ്ടപ്പെട്ട് എഴുതിയ ഒരു ഭാഗം ഏതായിരുന്നു? ഞാൻ എഴുതിയ ഫസ്റ്റ് സീൻ ആയിരുന്നു വാട്ട് യു സോ ഇൻ ദ ട്രെയിലർ, ദ ബോയ് ആൻഡ് ദ ഗേൾ മറ്റേ കാനഡിന്റെ അടുത്ത്. ഇറ്റ് വാസ് എക്സാക്ട്ലി ലൈക്ക് ദിസ്. അതൊരു കുറച്ച് ലെങ്തി സീനാണ് പടത്തിൽ. ഒരു ഐ തിങ്ക് ഇറ്റ്സ് ദെയർ അബൌട്ട് 3-4 minutes. പക്ഷെ അതിൽ ഒരു പോർഷൻ ആദ്യം ഞാൻ എഴുതിയിരുന്നു, ആ ഡയലോഗ് അതിൽ എഴുതിയിരുന്നു, വിച്ച് വാസ് ഇൻ ദ പാർട്ട് ഓഫ് ദ ട്രെയിലർ. പിന്നെ ആ സീൻ നമ്മൾ മൊത്തത്തിൽ കുറെ ചേഞ്ച് ചെയ്തു ലേറ്റർ ഓൺ. സോ the first scene I wrote was that particular scene between the boy and the girl near the well. So ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം not necessarily. I mean, I actually like the end part. അതിപ്പോ ഞാൻ പറയുന്നില്ല, the same groom comes on camera and speaks in the end. I think ആ പടം ഒരു ഭയങ്കര രസത്തിൽ എൻഡ് ആവുന്നുണ്ട്. I don't think anybody expected that sort of thing. There are quite a few scenes which I really enjoyed. I enjoyed that whole bahalam. In the end, അവരെല്ലാരും ഇങ്ങനെ വീടിന്റെ പുറത്ത് ഇരിക്കുമ്പോൾ one of the characters starts പഴയ കാര്യങ്ങൾ trigger ചെയ്തിട്ട്. I like that. So I think there are a lot of cool moments like that in the film in general. But മൊത്തത്തില് like certain things happen on the set. നമ്മള് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ അവര് ഡൈനിങ് റൂമിൽ ഇരുന്നിട്ട് ആരും ഞങ്ങൾ ഫോൺ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ മറ്റു പെണ്ണുങ്ങൾ ഫോൺ വിളിക്കുന്നില്ല. ദാറ്റ് ഹാപ്പൻ ലൈക്ക് 2 minutes ബിഫോർ ദ ഷൂട്ട്. എനിക്ക് എന്തോ ആ സീനിൽ രസമുണ്ട്, പക്ഷെ ഒരു ഹ്യൂമർ എന്തെങ്കിലും കൂട്ടാൻ പറ്റിയെങ്കിൽ ആ ഒരു സീരിയസ് സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു രസമായിരിക്കും എന്ന് വിചാരിക്കും. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ഷോട്ടിലാണ്, ഒരു സ്റ്റാറ്റിക് ഫ്രെയിമാണ്. അപ്പോ ഫസ്റ്റ് സീൻ തന്നെ, സിനിമ തുടങ്ങുന്ന തന്നെ അങ്ങനെ ആയിരിക്കണമെന്നൊരു ഡിസിഷൻ വരാനുള്ള കാരണം സത്യം പറയണല്ല. സത്യം പറയണ. സോ നോ, വി ഡിഡ് നോട്ട്. ആ ഫസ്റ്റ് സീൻ നമ്മൾ ആ സിംഗിൾ ഷോട്ടിൽ എടുക്കേണ്ട പ്ലാൻ ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ദ ഓൺലി സീൻ ആസ് യു സീ ഇൻ ദ ഫിലിം വിച്ച് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ ഹൗസ്. ഇല്ലെങ്കിൽ എല്ലാം ആ കമ്പൗണ്ടിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ദിസ് സീൻ വാസ് സപ്പോസ് ടു ബി ലൈക്ക് നോർമൽ കട്ട്സും വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. And ഇത് രാത്രി ഷൂട്ടാണ്. വി ഡിസൈഡഡ് ടു ഗോ ടു ദിസ് പെർട്ടിക്കുലർ ലൊക്കേഷൻ വിച്ച് നമ്മളൊരു ആ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് ഒരു 6 hours ബിഫോർ ദ ഷൂട്ട് ആയിരുന്നു. അടുത്ത് തന്നെ ഒരു 2 kilometer ഫ്രോം ദാറ്റ് ഏരിയ. അവിടെ പോകുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഡെഡ്, ആരുമില്ല, ഭയങ്കര ക്വയറ്റ്. സോ നമ്മൾ വിചാരിച്ചു അടിപൊളി, നമുക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ. നമ്മൾ അവിടെ രാത്രി വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് എത്തുമ്പോൾ ഒരു 1000 ആൾക്കാർ അവിടെ അടുത്തുള്ളവരല്ല. സോ ഇറ്റ് ബേസിക്കലി in and around they found out that we were shooting. അപ്പൊ ഇനി കട്ട് വെച്ചിട്ട് നമ്മൾ സിംഗ് സൗണ്ട് ആണ് ചെയ്യുന്നതല്ലേ, ഇത് ചെയ്യാൻ സാധ്യതയില്ല. സോ വി ജസ്റ്റ് thought an idea like let's do a single shot and see how it goes. So ഒരു ടേക്ക് എടുത്തു. ശ്രീരാജ് പെട്ടെന്ന് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തു. I'm being complimentary when I say പെട്ടെന്ന്, but സെറ്റ് ചെയ്തു. And then we took one shot. ഫസ്റ്റ് ഒരു ട്രയൽ എടുത്തു, അടിപൊളിയായിട്ട് വന്നു. little lengthy. ഒരെണ്ണം കൂടി എടുത്തു, came out perfect. 45 minutes we packed up. നമ്മൾ മൊത്തം നൈറ്റ് ഷൂട്ട് ചെയ്യേണ്ടതാണ് അവിടെ. And then I showed it to Sreeraj and I wanted his opinion on what he thinks, because നമ്മൾ പ്ലാൻ ചെയ്തത് വേറെ രീതിയിലായിരുന്നു. And he also loved it and some of the key members of the team also loved it. So നമ്മൾ വിചാരിച്ചു okay, then we'll go ahead with that. സിനിമാറ്റോഗ്രാഫി സ്റ്റൈലിലോട്ട് വരുവാണെങ്കിൽ തന്നെ കൂടുതൽ ഹാൻഡ് കൊണ്ടാണ് ക്യാമറ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ് അത്തരത്തിലൊരു അപ്രോച്ച് ചൂസ് ചെയ്തത്? അത് നമ്മള് പ്രീ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, സ്ക്രിപ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു പ്രോസസ് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് മാത്രം ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഭയങ്കര റിയൽ ആയിട്ട് നമ്മുടെ ചുറ്റുപാടൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അത് അത്ര ഒരു ഹാപ്പി ഇൻസിഡന്റ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചപ്പോൾ പുള്ളിയുടെ പരിചയത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ പരിചയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ
അത് ആ ഒരു റിയൽ ഫീൽ ആൾക്കാർക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ആ റിയൽ ഫീൽ വേണം എന്നുള്ളത് എനിക്ക് പുള്ളിന്റെ അടുത്ത് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ക്യാമറ കൊണ്ട് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഉള്ളൊരു ഇത് വേണ്ട, ഒരു തേർഡ് പേഴ്സൺ POV. ഈ വിജയന്റെയും ഫാമിലിയിൽ നമ്മൾ ഒന്ന് ചെന്ന് നിന്നാൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, അവർ നടക്കുന്നു നമ്മളും കൂടെ അവരെ ഫോളോ ചെയ്ത് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെറുതെ മാറി നിന്ന് അവർ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീല്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ ഫിലിം മേക്കിംഗ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഹാൻഡ് ഹെൽഡ് പോകാനുള്ള ഒരു റീസൺ. ആ ഒരു സ്റ്റേജ്ഡ് ആയിട്ട് സിനിമാറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ട്രാക്ക്, ക്രെയിൻ, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാതെ വളരെ റിയൽ ആയിട്ട് അത് നടക്കുന്നു, നമ്മളത് നിന്ന് കാണുന്നു, ആ ഒരു ഫീലാണ് ക്രിയേറ്റ് ചെയ്യാൻ, അതാണ് ട്രൈ ചെയ്തത്. ഈ ഹാൻഡ് ഹെൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൊരു ചാലഞ്ച് ഉണ്ടല്ലോ, സിനിമയുടെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു പേജിന് ഒപ്പം തന്നെയാണ് ക്യാമറയും പോകുന്നത്. അപ്പൊ അതിലൊരു ചാലഞ്ച് ഫാക്ടർ എന്തായിരുന്നു? അത് മെയിൻലി അതിന്റെ മൂവ്മെന്റിലാണ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് ഉണ്ട്, ഇപ്പൊ ഒരു ഹാൻഡ് ഹെൽഡിൽ വന്നു കഴിയുമ്പോൾ അത് ഭയങ്കര ഇതാണ്. കാര്യം ചില ഷോട്ട്സ് നമ്മൾ അധികം മൂവ് ചെയ്യില്ല, ജസ്റ്റ് ഷോൾഡറിലുള്ള മൂവ്മെന്റ് മാത്രമായിരിക്കും. എന്നാൽ ചില സ്ഥലത്ത് നമ്മൾ ക്യാരക്ടറിനനുസരിച്ച് ചിലപ്പോൾ ഒരു ട്രാക്ക് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു 2 or 3 സ്റ്റെപ്സ് പതുക്കെ ക്യാരക്ടറിന്റെ അടുത്തേക്ക് ഒന്ന് മൂവ് ചെയ്യും. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഒരു കുറച്ചുകൂടെ ഫ്രെയിം ടൈറ്റ് ആകുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഡിഫറെന്റ് ആണ്, ഒരു ഫീല് ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ അത്തരം ചെറിയ നമുക്ക് നമ്മളായിട്ട് ക്യാമറയും ക്യാരക്ടറും തമ്മിലുള്ള സ്പേസ് ചേഞ്ച് ചെയ്യുന്ന ചില മൂവ്മെന്റ്സിലാണ് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ ട്രൈ ചെയ്തത്. ഇപ്പോ സിനിമയുടെ കാര്യത്തിൽ തന്നെ പച്ചയായ മനുഷ്യരാണല്ലോ, അവരുടെ ഇമോഷൻസ് ആണ്, അവരുടെ ഉള്ളിലെ സ്ട്രഗിൾസ് ആണ് സിനിമയുടെ ഔട്ടിൽ വരുന്നത്. സോ അതിനൊരു മ്യൂസിക്കൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ആദ്യമേ പ്ലാൻ ചെയ്ത അപ്രോച്ച് തന്നെയാണോ ഇതിന്റെ മ്യൂസിക് കോമ്പോസിഷൻ നടന്നിരിക്കുന്നത്? ഇതില് ഏറ്റവും രസമുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 20 ദിവസം മുന്നെയാണ് കഥ കേൾക്കുന്നത്. അത് ആക്ച്വലി ഒരു ഫോൺ കോളിൽ ഉണ്ടായതാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ അവൻ ഈ പടത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അങ്ങനെ കുറച്ചു നേരം സൈലൻസ് വന്നു. അപ്പോഴാണ് മനസ്സിലായത് മ്യൂസിക് ഡയറക്ടർ ആയിട്ടില്ല. അങ്ങനെയാണ് പിന്നെ എന്നെ ശ്രീരാജ് വിളിക്കുന്നത്. ശ്രീരാജ് വിളിച്ച് കഥ പറഞ്ഞു തന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സെന്ന വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഫസ്റ്റ് ഒരു പാട്ടുണ്ട്, ഒരു ഫോക്ക് ഒരു ട്രാക്കാണ്, നമുക്ക് അത് തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം എന്നുള്ളതിൽ അങ്ങനെ അവിടെ തന്നെ ഒരു പുള്ളി പാടി വെച്ചൊരു ട്രാക്ക് എനിക്ക് അയച്ചു. അങ്ങനെയാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. അത് ഞാൻ കംപ്ലീറ്റ്ലി റീഅറേഞ്ച് ചെയ്തു, ഇവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ട്രാക്ക് ഇതാവുന്നത്. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ റെഫറൻസുകൾ ഉണ്ടായിരുന്നില്ല പാട്ട്, അതായത് ഇന്നൊരു സംഭവം ഫോളോ ചെയ്യണം എന്നുള്ള റെഫറൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു ഈസി ആയിരുന്നു. ഈവൻ സെക്കൻഡ് സോങ് ആയാലും പയ്യാരം എന്നുള്ള ട്രാക്ക് ആയാലും അതൊരു ഫോക്ക് എലമെന്റ് ഉണ്ട് താനും, പക്ഷെ ഒരു ന്യൂ ഏജ് ഇതിലാണ് നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇതാക്കിയത്. പക്ഷെ ട്യൂണുകളെല്ലാം ഫസ്റ്റ് തന്നെ അപ്രൂവ് ആയി. പിന്നെ ഈ പയ്യാരത്തിൽ നമുക്ക് ആ ഒരു സിഗ്നേച്ചർ ഒരു ട്യൂൺ വരുന്നുണ്ട്. അത് എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അത് ഓരോന്ന് റെക്കോർഡ് ചെയ്യും, ഇത് ശരിയാവില്ല, അങ്ങനെ സോ കുറച്ചൊരു എറർ, ട്രയൽ ആൻഡ് എറർ പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നാദസ്വരം തന്നെ, ഈവൻ നാദസ്വരം ഓവർ യൂസ്ഡ് ആണെങ്കിൽ പോലും അതിൽ ഒരു രസമുണ്ട്. കാരണം ആ ഒരു കല്യാണം അറ്റ്മോസ്ഫിയർ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ കിട്ടും. വേറെ എന്താ പറയാ, ഒരു ഹോംവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഫ്ലോയിൽ തന്നെ നമ്മളങ്ങ് പോവായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാൽ പോലും. സിനിമയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ, ആക്ടേഴ്സ്, അവർ ഭയങ്കരമായിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഔട്ട്ലോട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. അപ്പോ ഇവരുടെ ഒരു രസകരമായി സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്ലീഷകളിലെ കൂമ്പാലുള്ള ആക്ടേഴ്സ് ഒന്നുമല്ല, എല്ലാവരും ഫ്രഷ് ആണ്, അവരുടെ മുഖം ഫ്രഷ് ആണ്. ഇപ്പൊ കുവൈറ്റ് വിജയനാണെങ്കിലും സുജയാണെങ്കിലും ഗിരീഷ് ചേട്ടനാണെങ്കിലും ഇവരെല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട്, കാണുന്നവർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരെന്ത് ചെയ്യാൻ പോകണെന്ന്. അപ്പൊ ഇവരെല്ലാം പിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി ഓഡിഷൻ. എല്ലാവരും ലൈക്ക് ഫ്രം ടോപ്പ് ടു ബോട്ടം എല്ലാവരും ഓഡിഷൻ ത്രൂ തന്നെയാണ് വന്നത്. സോ വൺ ഓഫ് ദി തിങ് ദാറ്റ് നമ്മൾ ഇത് കാഞ്ഞങ്ങാട് ബേസ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഫസ്റ്റ് തിങ് വി ഹാഡ് എ ഇഷ്യൂ വാസ് how do we do the casting, because for me sync sound is a must in all my movies. I don't like to dub. I try to limit dubbing as little as possible. But sync sound was a must. So that means the actor has to be from there, or pullika slang samsarikan ariyanam. If you look at the Malayalam industry, there's probably no one or very few from there. The ones who are already there maybe not right candidates for the role. So nammal vicharichu audition vekkam. One good thing that happened was when we were in the pre-production stage, 2 months prior to that, Android Kunjappan released. So Android Kunjappan was based in Payyanur, which is 30 minutes from Kanyanad. So look, the northern Kasaragod
slang is completely different. From our Sadhana Parana, Chandragiri river is what divides the northern Kasaragod and southern. So Chandragiri in the Thai, which Nera Payanur, they all speak very similar slang. I hope I'm saying right, but I think that's what people have told me. So, of course, similar slang. So, Payanurum Kanyangodu velli vyathyasam illa. So, we picked a few actors from Android Kunjappan. And then Rajesh Madhavan came on board, and he did he helped us with most of the casting. He got people from God knows where. Like every day morning, I see him like stressed and walking around for an hour trying to call people. Sheri, like get everybody and come to the audition hall. So he worked his ass off to get where we are right now in terms of casting. So luckily we found the right people. Last minute vare maatangal nadannonundu. Even on the set we changed, like we took somebody for one particular role, and then last minute we figured he is not right for that, so we moved him to another role. Angane kore sambhavangal nadannittunde. So I think we also put actors under pressure because they don't know like what is going to happen now. ഞാൻ ഇത് ശരിയായി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും മാറ്റം അല്ലെങ്കിൽ ശരിയായ റോൾ തരുമായിരിക്കുന്നത്. So all these things happen. But yeah, like I said, Rajesh helped us a lot in terms of casting, and most of it was audition. Almost all of it was എല്ലാ ഓഡിഷൻ തന്നെയായിരുന്നു. ലാസ്റ്റ് മൊമെന്റിൽ ഈ പറഞ്ഞ പോലെ രാജേഷ് രാവിലെ നമ്മള് രാത്രിയൊക്കെ എന്തെങ്കിലും പ്രീ പ്രൊഡക്ഷൻ അങ്ങനത്തെ തിരക്കുകൾ കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ ഷൂട്ടിന് 2 ദിവസം മുമ്പായാലും പറയും, ശ്രീ മേലേക്ക് 2 ഫ്ലാറ്റ് പോലെയായിരുന്നു, മേലേക്ക് 2 വിമല വന്നിട്ടുണ്ട്, 2 വിമല ഒന്ന് നോക്കിട്ട് പോകും, അങ്ങനെയായിരുന്നു. പക്ഷെ അത് നന്നായി, അവസാനം വരെ നിന്നെങ്കിലും ബെസ്റ്റ് ആൾക്കാരെ തന്നെ കിട്ടി. I think the only guy that we didn't really audition was his uncle. Yeah. So we had 2 characters from Thrissur or from middle Kerala or south. So one Sajin aayirunnu. We kind of knew. I mean, we didn't really audition him. We asked him to do certain small things, but we kind of knew he would fit because he has done korchu padangal cheyidunno. But the other character had to be like he had to be you've seen the movie. So and namukku kittiyilla aalkar, like we were searching, and then finally he sent his he recommended his uncle, like okay annal ivare vilikka. Then I saw him and I thought there was something nice about that guy, So pulli enda aicha video, and it was quite funny, and the best part was this is his first time, right? So he doesn't know anything, so somehow his timing is off നമ്മൾ അവിടെ കാണുമ്പോ, but when we finally seeing on the screen it's perfect. ഇവര് ആദ്യം ഷൂട്ട് ചെയ്തത് റൂമിന്റെ ഉള്ളിൽ പുള്ളി ആദ്യം കയറി വരുന്ന സീനായിരുന്നു. അപ്പൊ ഞാൻ ക്യാമറയുടെ കൂടെ ഇരിക്കാനായിട്ട് ഞാൻ ഈ റൂമിലാണ്, ഇവര് ബാക്കിൽ കിച്ചണിലായിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു തരത്തിൽ അറിയില്ല പുള്ളി എന്താ ചെയ്യാൻ പോകുന്നത്. എനിക്കും ഭയങ്കര ചമ്മലുണ്ട്, എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഞാനാണല്ലോ വിളിച്ചോണ്ടത്. എന്നിട്ട് ഇത് ഷൂട്ട് ചെയ്ത് ജസ്റ്റ് കട്ട് വിളിച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ ചിരി കേൾക്കുന്നു. അപ്പൊ എനിക്ക് മൊത്തത്തിൽ പണി പാളി. ഞാൻ അതൊക്കെ ക്യാമറയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതൊക്കെ അങ്ങോട്ട് ഇവരൊക്കെ വട്ടമിട്ട് ചിരിക്കുക. ഞാൻ വിചാരിച്ചു മോശമായിട്ട് ചിരിക്കുന്നതാണ്. എനിക്ക് അത് എങ്ങനെയാന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഇവർ ഓക്കെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ സമാധാനമായി. ഈ ഒരു ഓഡിഷന് ശേഷം ഇവരെല്ലാം കാസ്റ്റ് ചെയ്തതിനു ശേഷം ഗ്രൂമിംഗ് സെഷനോ അങ്ങനെ? We had 2 days workshop. Again, Rajesh conducted it. 2 ദിവസം. So one of the things that we wanted was, I think I've said this in an earlier interview. I don't know whether I told Manish or someone I had said this. ഇവർക്ക് ആർക്കും സ്ക്രിപ്റ്റ് അറിയില്ല. We did not give any of them the script. So നമ്മള് ഒരു സീന് ചെയ്യുന്ന മുമ്പ് we would have planned. See, one of the thing that helped us a lot is എല്ലാം ഒരു ലൊക്കേഷനിലായതുകൊണ്ട് we didn't really have to move from one place to the other, so we could shoot it quite sequentially as much as possible, so we could check if something is not working, we could go back and reshoot it because vera location il pondallo. So we did this in 2 schedules. So first schedule കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ 3 ദിവസം ഒന്നും കൂടി കുറച്ച് ഷോട്ട്സ് റീഷൂട്ട് ചെയ്തു. We did not like certain things, so we could reshoot it. So ഞാൻ പറഞ്ഞ പോലെ, so we did not give them the script. We would just take the character that's required for that particular scene. Rajesh and couple of other guys, they will go and tell them, okay, idana scene, idana dialogues. Pinna sing sound ayadonde, as long as there are key dialogues, adu adil ulpadthiyal pinne endu venengil paraya, you can take it in whichever direction you want. So that helped. So all of them kind of knew idoru Vijayante veedinte kathayanu, moolayitte prashnamund angante ellarkum ariya, but they didn't know anything. So they figured out only at IFFK that this is the actual movie that they so none of them knew the story. So
I don't think we can do this with every movie, but in this movie it helped. സിനിമയുടെ ക്യാരക്ടേഴ്സിന്റെ പേരുകളും ഭയങ്കര യൂണിക് ആയിരിക്കും. ഔക്കറാച്ച, കുവൈറ്റ്, അങ്ങനെ ക്യാരക്ടേഴ്സിന് പേരുകൾ കൊടുക്കുന്നതിലൊരു some of these names are thrown in and around where I am from. Like, there's a character called Aukarcha near, where I live. So, Vijayan, we made him an ex-Gulf. So, we just thought, just for Vijayan is a very common name. So, to identification purpose, we'll just add, Kuwait in it. But most of the character names are from in and around. Like, other characters, Sreeraj will watch for it. When they come to, I come from a place called Toyamal in Kanyanad. അവിടെ അടുത്തുള്ള കുറെ ക്യാരക്ടറുകളെ പേരുകളാണ് ഇത്. പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എല്ലാവരും പേരുകൾ പിള്ളേർക്ക് ഇടുമ്പോ ചില ഒരു ബേസിക് സംഭവം ഉണ്ടല്ലോ, ഒരു മാച്ചിങ് സാധനം. അപ്പൊ സുരഭി, സുജിത്ത്, അങ്ങനത്തെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പരിപാടികളാണ്. കുറെ ചില പരിചയമുള്ള ചില ആൾക്കാരുടെ പേരുകൾ എപ്പോഴോ മനസ്സിൽ കേട്ട് ഭയങ്കര വ്യത്യസ്തമായ ഒരു പേരാണല്ലോ ഓർത്തിട്ട് മനസ്സിലിരിക്കും. ലക്ഷ്മികാന്തൻ, അങ്ങനെ എപ്പോഴും മനസ്സിൽ കയറിയ പേരുകളാണ്. ലാസ്റ്റ് പാത്രം എടുക്കുമ്പോൾ ഒരു ഫോക്ക് സോങ് വരുന്നുണ്ട്, ഒരു ടൈറ്റിലിൽ ഒരു ഫോക്ക് ടച്ച് വരുന്നുണ്ട്. അപ്പോ ഇതിനുള്ള വോയിസ് അറിയാം, വോക്കൽസിനെ കണ്ടുപിടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? യൂണിക് ആയിട്ടുള്ള ആളുകളായിരുന്നു? ഇല്ല, ആ പാട്ട് പാടിയ പുള്ളി ഓൾറെഡി സജസ്റ്റ് ചെയ്തിരുന്നു. അതെ, രവി വാണിയംപുര എന്ന് പറഞ്ഞിട്ട്. We wanted to put some folk songs, local folk songs. So അങ്ങനെ നമ്മളൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ശങ്കർ, അവൻ ഇയാളെ കണ്ടുപിടിച്ചു. Then he approached and നമ്മൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, sing whatever you want on your phone and send it to us. And then I forwarded it to Mujeeb. And then Mujeeb അയാളായിട്ട് സംസാരിച്ചു. Mujeeb got what he wanted from it. So ഇതില് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഞാനിവരെ ആരും കാണുന്നില്ല, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അപ്പൊ ഇവരെല്ലാം ഫോണിൽ കൂടെയാണ്. ഈവൻ സിംഗറിനെ ആണെങ്കിൽ പോലും ഫോണിൽ കൂടെ വിളിച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും കാര്യം. പക്ഷെ നന്നായിട്ട് വന്നില്ല, കാരണം എപ്പോഴും നമ്മളവിടെ ചെന്നിരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് വേറെ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങ് എല്ലാം നന്നായിട്ട് തന്നെ വന്നു, വിചാരിച്ച പോലെ തന്നെ വന്നു. അപ്പൊ അത് പുള്ളി നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കര ഒരു യൂണീക്ക് തന്നെയാണ്, നല്ല രസമുള്ള ഒരു വോയിസ് ആണ് പുള്ളിയുടെ. സിനിമയുടെ എഴുത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ലെയർ ഉണ്ട്, ഒപ്പം തന്നെ ഒരു ഫൺ ലെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. പാരലൽ ആയിട്ടാണ് രണ്ടും പോകുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എഴുത്തിന്റെ സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലെയറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഫൺ ലെയറിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാം, അങ്ങനത്തെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു? ഇല്ല, I mean, we wanted to make a fun film. At the end of the day, the idea was to have a very light-hearted, like I said, I grew up watching 80s, 90s film. ആ സമയത്തുള്ള ആ ഹ്യൂമറും കാര്യങ്ങളും, അതിന് ഒരു പൊളിറ്റിക്കൽ അണ്ടർടോൺസ് ഉണ്ടായിരുന്നു ആ സമയത്തിൽ. സറ്റായർ മൂവി, സാർക്കാസം, അതൊക്കെ വെച്ചിട്ടുള്ളത്. സോ ഐ വാണ്ടഡ്, ദാറ്റ്സ് മൈ, ഐ മീൻ, അഗൈൻ ദേ വിൽ വോച്ച് ഫോർ ഇറ്റ്. ഞാൻ നാച്ചുറൽ സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കര sarcasm, satire based, and so that's how we are trying to portray. So it would be nice to talk about current issues and political scenario or whatever, but without preaching and without trying to be too in your face sort of. ആ ഫീലിംഗ് ഇല്ലാതെ നമ്മൾ ഒരു കുറച്ച് ഹ്യൂമർ വെച്ചിട്ട് ചെയ്യാന്നുള്ള പരിപാടിയിലായിരുന്നു തുടക്കം മുതൽ. സോ whatever we could think of, we tried to incorporate in the film. So there was no conscious effort to get political or anything. Absolutely not. And that's the last thing that we want to do, is preach people how they should lead their life. So സിനിമയുടെ കാര്യത്തിൽ തന്നെ വരുവാണെങ്കിൽ, ഈ ഒരു വീടില് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എൻ്റെ പ്ലോട്ട് വർക്ക്ഔട്ട് ചെയ്തത്. ഒരു നിശ്ചയമായിരിക്കും തനിമയാണെങ്കിൽ ഒരു കവല കാണിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ പല വീടുകൾ കാണിക്കാം. പക്ഷെ ഇവരെല്ലാം ഇവിടേക്ക് വരുവാണ്, ഒരു സെന്റർ ഓഫ് ഫോക്കസ് ആയിട്ട് ഈ വീട് മാറുകയാണ്. അപ്പോ ഫസ്റ്റ് ഈ ഒരു കഥ ആലോചിക്കുമ്പോൾ തന്നെ ഒരു വീട് തന്നെ വേണം, ആ ലൊക്കേഷനിൽ ബേസ് ചെയ്ത് ബാക്കി പ്ലോട്ട് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ തന്നെയായിരുന്നു. അതെ. സോ ബേസിക്കലി ഐ ഹാഡ് ദിസ് ഇനീഷ്യൽ തോട്ട്, ആൻഡ് ദെൻ ആദ്യം നമ്മള് ഒരു റഫ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ ഐ ഹാഡ് another colleague of ours, he's the additional screenplay writer, Fahad എന്ന് പറഞ്ഞിട്ട്. So I called him and then he came and stayed with me for a few days. So നമ്മളിങ്ങനെ ഞാൻ ഡിസ്കസ് ചെയ്തു തുടക്കത്തിൽ. What happened was, കുറെ സീനുകൾ നമ്മൾ എഴുതുമ്പോൾ മെജോറിറ്റി ഓഫ് ദ സീൻസ് ആർ ഓൾറെഡി ഇൻ ആൻഡ് അറൌണ്ട് ദ ഹൗസ്. And I'll be very honest, I'm quite a lazy filmmaker. എനിക്ക് ഈ 10 ലൊക്കേഷൻ 20 ലൊക്കേഷനിലൊക്കെ പോകാൻ താല്പര്യമില്ല. So me and Sreeraj always used to have like a little disagreements on that. So but majority of the scenes were in the house. So ഞാൻ വിചാരിച്ചു, like we can, maybe there is something here, that why don't we set up the whole damn thing in the house itself. So then we started reworking certain scenes. So at some point
our process then we took it in a different direction, and then Sreeraj and I started working on the screenplay. So the our screenplay മൊത്തത്തിൽ മാറി, തുടക്കത്തിൽ നമ്മൾ എഴുതിയ സാധനങ്ങൾ മൊത്തത്തിൽ മാറി, and then we started reworking on the whole thing, because initially when we wrote the first draft, there was a possibility of making this movie in a neutral Malayalam. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്, not to base it in Kanyanad. But somehow as we wrote and we started doing the pre-production, this whole Kanyanad thing was pulling me back, saying that no, this is not the right way to do this film. You have to place it in Kanyanad. So we stopped everything and we went back to Kanyanad and then rewrote the whole thing. അങ്ങനെയാണ് first draft, second draft, it's like a huge difference. I mean, the core thought was the same, but the whole screenplay is completely different. So അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു മെജോറിറ്റി ഓഫ് ദ സീൻസ് ആ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു maybe there is something unique here, and this was like pre-COVID, so we didn't even have a reason why we should shoot in one house. So then I thought it will be very interesting to place the whole damn thing in one place, and then still people don't realize that everything is happening in the film, because that's the most positive feedback, and that's like an absolute compliment that Sreeraj can get, because ആരും പടം കണ്ടവർ ഒരു വീട്ടിലൊന്നും ആരും പറഞ്ഞില്ല. Like subconsciously or later on they might be thinking മൊത്തം പടം ഒരു വീട്ടിലല്ല താമസിച്ചത്, because he has hidden the locations quite well. So that's definitely his caliber. It proves his caliber. So അങ്ങനെ ആയിരുന്നു. So we had no intention of placing it in one house in the beginning, but then it happened, and we are glad it happened, because it made our life so much easier. Absolutely. ഇപ്പൊ ഇതിലൊരു add one more thing. He is very afraid now that in the future we may end up doing the same thing. ഒറ്റ ലൊക്കേഷനിൽ ഇപ്പൊ ഈ വീട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ചെറിയ ചെറിയ റൂമുകളാണ്. ഇതിന്റെ ഒരു സിനിമാറ്റോഗ്രാഫി സ്റ്റൈലിൽ തന്നെ ഈ ഒരു ലൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പലപ്പോഴും. ഇവരുടെ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ബ്രേക്ക് എടുക്കണം, ഈ ലൈറ്റിംഗിന്റെ കാര്യം ചോദിച്ചില്ല. അത് ഒന്നാമത് ലെൻസിംഗ് തൊട്ട് അതിന്റെ ലെൻസിംഗിൽ ഡിഫറൻസ് ഉണ്ട്. സിനിമ അനമോർഫിക്കിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അനമോർഫിക്കിൽ ഷൂട്ട് ചെയ്യാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ ഒരു ലെൻസിനേക്കാളും കൂടുതൽ കവറേജ് കിട്ടും. അപ്പൊ ഈ റൂംസ് എന്നൊക്കെ പറയുന്നത് കുറച്ചേ ഉള്ളൂ സ്പേസ്. അപ്പൊ ഇതിന്റെ ഉള്ളില് ഷൂട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ ലെൻസിങ്ങിലും അതുപോലെ ലൈറ്റ്സ് ഓൾറെഡി ഞങ്ങള് ടൈം അതുപോലെ ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാനും കൂടെ വേണ്ടിട്ട് റൂമുകളിലെല്ലാം ടോപ്പിൽ നിന്ന് ലൈറ്റ് ആദ്യമേ 2 ദിവസം മുമ്പ് സെറ്റ് ചെയ്തിരുന്നു. അത് സിനിമയിൽ നോർമലി ലൈറ്റിംഗ് യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് അല്ല, വേറെ ചെറിയ സ്മാർട്ട് ബൾബ്സ് ഒക്കെ പോലത്തെ ബൾബുകൾ വെച്ചിട്ട് അത് ഈ ഒരു ലാൻഡേൺ ഇതിന്റെ ഉള്ളിലൊക്കെ ഫിക്സ് ചെയ്ത് ആ വീട്ടിലെല്ലായിടത്തും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാലും നേരെ ചെല്ലുന്നു, ഫോൺ ഓൺ ആക്കിയിട്ട് ആ ലൈറ്റ്സ് ഓൺ ചെയ്താൽ മതി. അപ്പൊ ആ രീതിയിലൊക്കെ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്തു. നമുക്ക് ഷൂട്ടും വളരെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു 23 ദിവസം സിനിമ ഫിനിഷ് ചെയ്തത്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് അതുപോലെ ഫുൾ റൂം ഒരു ആംബിയന്റ് ലൈറ്റ് ചെയ്തിട്ടു. അപ്പൊ ഈ മൂവ്മെന്റിനും പിന്നെ അതൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായില്ല. എവിടെ നിന്ന് വേണമെങ്കിൽ എവിടേക്ക് വേണമെങ്കിൽ ക്യാരക്ടേഴ്സിന് മൂവ് ചെയ്യാൻ ധൈര്യമായിട്ട്. സിനിമയുടെ തന്നെ പ്രധാന ഭാഗങ്ങളെല്ലാം നടക്കുന്നത് ഒരു വീട്ടിലായതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ പല എലമെന്റ്സിനാണ്. ഒരു ഡൈനിങ് റൂം, ബെഡ്റൂം, വീടിന്റെ കോറിഡോർ. അപ്പോ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തിരക്കഥാരചനയിൽ തന്നെ ഇതിനൊരു ഓർഡർ ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രശ്നം ഇവിടെ നടക്കണം, പിന്നെ സംസാരം അവിടെ നടക്കണം. ആ രീതിയിലൊരു in broad sense, yeah, we had an idea. Okay, this scene can happen in the living room and this scene can happen in a bedroom. But some of the things changed. Certain things we had to change, because certain elements that we wanted to include in the film when we were writing, we could not incorporate there. So we had to make those adjustments. But in the sense, if you look at the film, most of the situations, I think they kind of decide on themselves where we should place. Like for example, if Surabhi and Santosh are having an intimate talk, it's beautiful to place it in a bedroom before they go to bed. If a husband and wife, they are having a talk, it can be placed in kitchen or it can be placed in the bedroom. So, it was sort of like the scene itself dictated. But other things, I think we kind of like opening a member area in the scene. Okay. Those are the things that we shot 3-4 times, because we shot in a particular location, it didn't work, and then we changed it, it didn't work, and then finally we decided, okay, I have a photo edukkunna samayathu aalukku area varate. So those kind of things that we had to adjust based on the location and the performance. Certain people were not comfortable performing in certain areas, so we need to make them, because like I said, most of them are first timers or have very little experience facing the camera, so we had to comfort them, and
even though the movie was done in 23 days, I mean, you can ask the actors. We were giving them enough and enough takes. You know, there was a very funny incident. Our lead character, Vijay, Manoj. He's a fabulous actor. I mean, people will see after this movie. So, what is scene? There's a bedroom scene between him and his wife. That night, that romantic scene. In one take, he did a fabulous job, and we were all like, and Sreeraj was very happy because it was like the most perfect lighting for him. We were perfectly happy because the performance was like, superb. Ellam perfect, I don't know. So I think this was like, earlier part of the first schedule. So അഞ്ചാമത്തെ ആറാമത്തെ ദിവസമായിരുന്നു. So I'm quite reserved on the set. So ഞാൻ അധികം സംസാരിക്കുന്നില്ല. So there's always a so ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, fabulous performance, you did extremely well, beautiful performance. So he was like, full of confidence and all. Next day he had a very simple scene. Him and Sajin's character Kash എന്ന scene ഇല്ലേ, ഒരു bedroom, that scene, there's hardly any dialogue. Like it's like he can, with his kind of talent, he can close his eyes and do that. He took 35 takes. Just fully, 35 or 40, I don't know how many. Like he just got nervous and ഇന്നലെ രാത്രി നിങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ആകെ like he went. Then I made him take a walk. ഒരു 15 മിനിറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ നടന്നിട്ട് വാ, കുഴപ്പമില്ല, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു വരാം. Then he took a walk and then came back and then he got that done. So that was like, so that's the whole challenge. I mean, we had to make sure that they have enough, comfort and confidence on the set to ensure. And again, aside from me, I mean, all the assistant directors, Rajesh, Sreeraj, all of them gave them that confidence and comfort. Other performance we കാണാൻ പറ്റും. And I think each one of them have done a fabulous job, and I think all of them have a bright future in front of them, provided they learn neutral Malayalam. സിനിമ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ആളുകളുടെ പ്രഡിക്റ്റബിലിറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആദ്യം ഒരു കോൺഫ്ലിക്ട് നടക്കുമ്പോൾ നമ്മൾ ഇതായിരിക്കും ട്രിഗർ ചെയ്യുന്ന പോയിന്റ് എന്നതല്ല, അത്തരത്തിലൊരു പ്രഡിക്റ്റബിലിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഴുത്തിന്റെ സമയത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കാം, ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. I think the whole thing fell into place very organically. Look, I just write what comes into my head. ഞാൻ ഈ മറ്റേ സാധാരണ സ്ക്രീൻ പ്ലേ ബൈബിളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. People talk about all this, 3-play act, and I know what they are, but I don't follow any of those things. I just write scenes that comes into my mind and somehow I stitch it together. And ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ അഡീഷണൽ തിങ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ ചേർക്കും അതിൽ. സോ ഐ നെവർ റൈറ്റ് ഫ്രം ബിഗിനിങ് ടു മിഡിൽ ടു എൻഡ്, അങ്ങനെയൊന്നുമില്ല. ഐ ജസ്റ്റ് റൈറ്റ് സീൻസ്. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഐ തിങ്ക് ദർ ഇസ് എ potential to make a nice scene out of it, ഞാൻ അത് പോയിട്ട് എഴുതും. And somehow I'll try to incorporate that in a movie that I'm making, if it makes sense. And then അതിനൊരു സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സാധനം നമ്മൾ കേട്ടി തരും. So I won't advise this process to anyone because it works for me. I don't know if it will work for everybody else, but this is how I've done all my writing. So ഈ സ്റ്റോറി ഒരു ഓർഗാനിക് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സീൻ എഴുതിക്കൊണ്ട് പോകുമ്പോൾ we started developing different characters. I started adding different characters like Ambuetan, like that whole that towards the end, ഞാൻ കഥ പറഞ്ഞില്ല, that whole thing happened by like നമ്മൾ ഇത് ഇരുന്നിട്ട് ഇതിനൊരു ഒരു വേറെ ടൈപ്പിലുള്ള ഒരു എൻഡിങ് കൊടുക്കുന്നത്, ഏത് ക്യാരക്ടറിനെ നമ്മൾ so suddenly that name came up and then that's how it happened. So like I said, there was no plan. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് ഈ ക്യാരക്ടറിന്റെ അതൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. We just sat there and we just wrote what we could think of and it somehow fell into places. സിനിമയിൽ തന്നെ ഒരു മ്യൂസിക്കൽ സൈഡില് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ഈ ഇവരുടെ മൂവ്മെന്റ്സ്, ഇവരുടെ പേസ്, ഇവര് സംസാരിക്കുന്ന രീതി, ഇവരുടെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് ഞാൻ ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പടം കണ്ടു. ഓക്കെ, കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ മിനിമലായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് പോയാൽ മതി, കാരണം പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്, പിന്നെ പടത്തിന്റെ ഫ്ലോ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി നമുക്ക് വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ സ്കോർ ചെയ്ത് പോകാന്ന് വിചാരിച്ചപ്പോഴാണ് ഒരാൾ പറഞ്ഞത് അതൊന്നും വേണ്ട, നമുക്ക് പക്ക കമേഴ്ഷ്യൽ ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഫസ്റ്റ് ഹാഫില് നമുക്ക് ഈ പറഞ്ഞ ഒരു കുറെ ക്യാരക്ടേഴ്സ് വരുന്നതുകൊണ്ട് അവരുടെ ഒരു രീതികളും ഇതൊക്കെയാണ് നമ്മൾ മ്യൂസിക്കില് വളരെ മിനിമലായിട്ട് അങ്ങനെ കയറി. സെക്കൻഡ് ഹാഫ് ആണ് നമ്മൾ പിന്നെ കുറച്ചൊരു പൾസ് കൂട്ടി ടുവേർഡ്സ് ദ എൻഡ് ഒരു ബാങ് എന്നുള്ള നിലയ്ക്ക് നമ്മളത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോന്ന് അയക്കും. ചിലതൊക്കെ ഫസ്റ്റ് സെന്നെ പറയും ഇത് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ
പുള്ളി സമയം കൊടുത്തിരുന്നു അതിന്. അതായത് പുള്ളി കണ്ട് ഓക്കെ ചിലപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും, ചിലത് കംപ്ലീറ്റ്ലി നമ്മൾ റിജക്ട് ചെയ്ത് കളയും, പക്ഷെ ചിലതൊക്കെ പുള്ളി സമയം കൊടുത്ത് ഓക്കെ ഇത് വർക്കിംഗ് ആണ്, സോ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് അങ്ങനെ പോയിക്കുന്നത്. പിന്നെ ഇവര് രണ്ടുപേരായിരുന്നു. And one other important element who worked along with Mujeeb was Nixon, our sound design. Because if you really look at it, the whole film has sound coming from the temple in the background, and the temple itself is a character in the film. അപ്പോൾ ആ ടെമ്പിളിൽ നിന്ന് വരുന്ന സൗണ്ട് അനുസരിച്ചിട്ട് കുറെ കാര്യങ്ങൾ പടത്തിൽ നടക്കുന്നുണ്ട്. ലൈക്ക് ഇൻ ദ സെക്കൻഡ് ഡേ വെൻ ദ ഹോൾ ബിഗ് ഇൻസിഡന്റ് ഹാപ്പൻസ്, ആ ടെമ്പിളിൽ നിന്ന് അനൗൺസ്മെന്റും ഇതിനും ഭയങ്കര മാച്ച് ഉണ്ട്. സോ he had to find because നമ്മള് എസ്പെഷ്യലി ദ നോർത്തേൺ കേരള അമ്പലം പിന്നെ അമ്പല പരിപാടിയിലുള്ള സൗണ്ടും പാട്ടുകളൊക്കെ വളരെ വ്യത്യാസമായത്. ലൈക്ക് we have different tradition and cultural influence there. So he had to really go and find those elements, and certain things we wanted to record, but നമുക്ക് റെക്കോർഡ് അത് നമ്മൾ അവിടെയുള്ള തെയ്യ സീസണാ, പക്ഷേ കോവിഡ് കാരണങ്ങളെല്ലാം all got cancelled. So we were very worried how he's going to find all those. Luckily, I don't know, he found those elements, and those for us were very important. That's one thing that kind of have a little bit of regret, that the film is not releasing in theater, because those little noises and sound coming from temple and other places, people would have really enjoyed. That's something that I have, because I don't know if it's possible to, I mean, if you have 5.1, yes, but I don't know on a stereo sound all veru onnarilla. So I owe an apology to Nixon, but what can you do? ഈ ഫെസ്റ്റിവലിൽ ഓരോ ദിവസം ഓരോ കൈൻഡ് ഓഫ് പരിപാടികളും എന്താണ്. അപ്പൊ ഈ ഉത്സവത്തിന്റെ അവസാനം ഒരു കലാശക്കൊട്ട് എന്നുള്ള രീതിയിലാണ് അതിന്റെ. അപ്പൊ അതൊക്കെ നിക്സൺ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിക്സൺ ഒരുപാട് വർഷം മുന്നേ അറിയാവുന്ന, അപ്പൊ ഞങ്ങൾ തമ്മിലൊരു സിങ്ക് ഉണ്ടായിരുന്നു. കാരണം നിക്സൺ എന്ത് ചെയ്താലും അത് എനിക്ക് അയക്കും, ഞാൻ എന്താണോ സ്കോർ ചെയ്യുന്നത് അവനയക്കും. അപ്പൊ അതനുസരിച്ചിട്ടായിരുന്നു നമ്മള്. I think that was crucial. I mean that's very evident in the whole film. I mean ellarum, I think we all genuinely liked each other. Honestly, there was, I don't think anyone, I mean we could have arguments and bickering adokke undavu, but deep inside I think we genuinely liked everyone. പിന്നീട് ആർക്കെങ്കിലും പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. എന്നെ വിളിച്ച് പറയും ഇത് അതെന്താണോ അങ്ങനെ ആ പോർഷൻ ഇഷ്ടമായില്ല, എന്താ ചെയ്യണ്ടേ, അതിലെന്താ നമുക്ക് മാറ്റം ചെയ്യണ്ടേ. അല്ല ബേസിക്കലി ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഡയറക്ടർക്ക് ഉണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടറിന്റെ ജോലി പകുതി സെറ്റാണ്. അതായത് അത് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ എങ്ങോട്ടോ ഒരു പോയിന്റ് ഉണ്ടാവില്ല നമ്മൾ എങ്ങോട്ടോ വർക്ക് ചെയ്യണ്ടേ എന്നുള്ളത്. Mujeeb's point of view, what you said earlier, yes, we could have gone with a different music design for this. Pulli paranja pole we could have done a minimalistic, because it has that we can make it completely minimalistic and still it works. But no, our aim was to make it a very commercial film. It only sort of got boxed into this festival film because we got selected for IFFK, which we didn't even think of. We didn't even submit because his friend Shalini, she called me and said, IFFK submitted. ഞാൻ പറഞ്ഞു ഈ പടം എന്തിനാ IFFK പോകുന്നത്, ഇതൊരു പക്ക ഡാൻസ് സോങ് കമേഴ്ഷ്യൽ പടമാണ്. She said എന്തായാലും ഫ്രീ ആണ്. ഞാൻ പറഞ്ഞു കുറെ പേപ്പർ വർക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. So I said submitted then. And then here we are. I mean, with the IFFK we got really appreciated, and on top of that, state awards bonus. So I think if anything we should thank her for pushing us to do this. ഇപ്പോ IFFK കണ്ടവരാണെങ്കിൽ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ആ ഒരു സ്റ്റാറ്റിക് ഫ്രെയിമിൽ സിംഗിൾ ഷോട്ട് കാണുമ്പോൾ ഇത് ഫെസ്റ്റിവൽ മൂവി ആണല്ലോ, ഒരു ഓഫ് ബീറ്റ് മൂവി ആണല്ലോ തുടക്കം. സിനിമ മാറുവാണ്, ട്രാക്ക് മാറ്റുവാണ്. ഇപ്പോ മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് എന്നൊരു ടാഗ് ലൈൻ ഉണ്ട് ഈ സിനിമയ്ക്ക്. ഇനിയും കാഞ്ഞങ്ങാട് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ജീവിതങ്ങളുണ്ട്. Of course, I mean it's a big town. I mean we can still make a lot of movies from Kaanyangad, but this was being the first big film നമ്മൾ അവിടുന്ന് ചെയ്യുന്നതുകൊണ്ട് I also wanted to bring little attention to our town, and നമ്മൾ there are a lot of people working in film industry from Kasaragod, a lot of people, but I don't think we have made movies from there. Like shoot ചെയ്യാറുണ്ട്. ഇപ്പൊ തൊണ്ടി മുതൽ is completely shot in Kasaragod, but ഇത് നമ്മൾ അവിടെ വെച്ചിട്ട് അവിടുത്തെ ആൾക്കാരും so it was almost like in a way made in Kaanyangad. So that was the whole motive behind it. Will there be any more made in Kaanyangad?
hopefully, I mean, that's if we get a good subject and if you want to shoot and make the whole product from there, then it will be definitely made in Kanyangar. But if not, then we'll do accordingly. So Sreeraj wants to make one next, so made in Vellangalur. ഇൻഡസ്ട്രി ഒന്ന് മാറ്റി പിടിക്കാൻ സിനിമയിൽ ഒരുപാട് ലോങ് ഷോട്ടുകൾ വരുന്നുണ്ട്. ഇതിനെല്ലാം റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു കൃത്യമായിട്ട്? നമ്മള് പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ചിലത് ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ പുള്ളിയുടെ വർക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പൊ ഞാനും രണ്ടാമത്തെ പടമാണ് കൂടെ ചെയ്യുന്നത്. അപ്പൊ എനിക്കും അതിനോട് സിങ്ക് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറെ സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ വന്നിട്ട് ഡിസൈഡ് ചെയ്യുക, എവിടെയാണ് അറൗണ്ട് നടക്കുന്നതെന്നൊരു ധാരണയുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ എന്തെങ്കിലും അതിനൊരു കൊറിയോഗ്രഫി ഉണ്ടെങ്കിൽ ഞാൻ പറയും. അപ്പൊ ആള് പറയും എന്നാൽ അതിന്റെ കൂടെ ഇവിടെ 2-3 പേരെ ഇങ്ങനെ നമുക്ക് നിർത്തി പോവാം. അങ്ങനെ ഒരു ചെറിയൊരു ബ്രീഫ് ഡിസ്കഷനിൽ പിന്നെ അതാണ് നമുക്ക് ഈ ആക്ടേഴ്സ് ഇങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു അവരെ വെച്ചും ചെയ്യാൻ പറ്റും. Because he has had that experience also working in these kind of movies. So ആ ഒരു കൊറിയോഗ്രാഫി ചെയ്യുന്നതിൽ പുള്ളിയുടെ ഇൻപുട്ടും കുറെ ഉണ്ടായിരുന്നു നമുക്ക്. അതെ, പുള്ളി അത് കറക്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊറിയോഗ്രാഫി കൃത്യമായിട്ട് നോക്കി പോകുന്നുണ്ടായിരുന്നു രാജേഷ്. നമ്മൾ മെയിൻ ഇത് നോക്കുമ്പോ പുള്ളി ബാക്കില് നേരത്തെ സീനില് വീടിന്റെ സൈഡിൽ കൂടെ 2 ആൾക്കാര് പാത്രം പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ സീൻ ഇവിടെ വരുമ്പോ അവര് ഇതിന്റെ ബാക്കിൽ കൂടെ പോകണം. അത് കറക്റ്റ് ആയിട്ട് പുള്ളി അതിന്റെ ബാക്കിൽ കൂടെ വിടുന്നുണ്ടാവും. അത് ഭയങ്കര നമ്മുടെ മറ്റേ പൈസക്കാരൻ വരുമ്പോ കവുങ്ങ് നോക്കി അതെ അത്തരത്തിലുണ്ടായിരുന്നു. സിനിമയുടെ ഒരു ക്ലൈമാക്സ് പോർഷൻ അവസാന ഭാഗത്ത് ഒരുപാട് കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സിന് ഭയങ്കര ബേസ്റ്റ് ആണല്ലോ, അവരെല്ലാം അവരെ ഏറ്റവും ഹൈപ്പർ ലെവലിൽ പെർഫോമൻസ് ചെയ്യുവാണ്. അപ്പോ ആ ഒരു പോർഷൻ എടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിട്ട് നടന്നു വന്നു. ടൈം എടുക്കാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ടൈം എടുത്തില്ല. Actually we were quite shocked. നമ്മള് അതിന് കൊടുത്ത ടൈം അവർ എടുത്തില്ല. I think by then they all started living those characters. And also the beautiful thing about this is the way we did the whole production. Each shooting location was about 35 minutes from Kanyangar. ഒരു അട്ടങ്കാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ്. It's about 35 minutes from Kanyangar, 35 to 40 minutes. So I wanted all of them to be together from morning till evening, So we told everyone not to take their vehicles. So we made a bus. നമ്മൾ ഈ പണ്ട് കല്യാണത്തിനൊക്കെ പോകുന്ന ബസ്സില്ല. So we rented a bus for these 2 months. So ബസ് എല്ലാവരും പിക്ക് ചെയ്യും. So it's almost like രാവിലെ തന്നെ ഒരു പാട്ടും ബഹളം തുടങ്ങി. So by the time they get to the set, they were all full of energy, And the same thing, evening they will all go back in the same bus. And so everyone was there from day one. So they kind of like they started addressing each other with their character names. They started living. Like if the son were to smoke cigarette, he would hide from dad and smoke cigarettes, So that sort of thing. So adu namakku bhayangarayittu advantage aayi. Unity build. And then everything was like nammal ellarum. It is not properly like like nammal oru normal big padam cheyna setup pole aayirunnu. Everybody was like helping each other, like actors avara role annillengil they will serve food. They will like all kind of people are doing all kind of stuff. So it was really, really fun for those 2 months. It was quite hard, a lot of hard work because there were good days and bad days. ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. So I'll be yelling at everybody and then they'll try to stay away from me. But overall, I think it was really, really like പടം കഴിഞ്ഞിട്ട് നമ്മൾക്ക് I think it took about a month for us to recover from like not having these people around us. Hangover, അതെ. ഞങ്ങൾ വെറുതെ ഡ്രൈവ് ചെയ്ത് ഷൂട്ട് ചെയ്ത വീടിന്റെ അതിലേക്ക് ഇടയ്ക്ക് സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ തോന്നിയ കാര്യമായിരുന്നു. സുജയുടെ ഒരു ക്യാരക്ടർ ആർക്ക് ഭയങ്കരമായിട്ട് അവര് അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളും ടെൻഷനും എല്ലാം കൊണ്ടുവന്ന് ലാസ്റ്റ് ഒരു ലെറ്ററിലോട്ട് വരുമ്പോൾ അതിഭീകരമായിട്ട് ഈ ക്യാരക്ടർ അങ്ങനെ പൊളിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാക്ക് വരുന്നുണ്ട്. അപ്പോ ആ ഒരു ക്യാരക്ടറിനെ ഫോം ചെയ്തു, അതിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു? Suja in general, I think I've seen a lot of characters like her in real life. The whole inspiration behind this whole movie is some of the incidents that took place in and around where I am from. Ingantha kore incidents avade nadannittundu. Where a girl is not too keen on getting married, but somehow she can't make her parents, she can't say no to her parents, but then she can't do this either. So they're in that whole dilemma till the last minute, and then they'll take a decision which may be good or bad. So
അതാണ് basically സുജയുടെ ഒരു ups and downs that she goes through because she looks confused and she's young. She is probably 19, 20. I haven't given an age for her, but she's around that age. So, നമ്മൾ ആ പ്രായത്തിൽ ചെയ്ത, as boys, what we do in those ages, I mean, that age, I mean, and she has to make a life-altering decision at that age. Our decisions are like, kallu kudikkano venda alla, cigarette velikano venda. These are decisions that we were making when we were 18, 19. And here she is, where she has to make a decision with which she has to live her rest of her life. So, and she has very little time to make that decision. So, that whole dilemma that she goes through, I think Anaga, she has performed that absolutely, I think, brilliant. I mean, that whole range of emotion that she goes through. Coming to that letter, like I said, at the end of the day, the whole purpose of this film was to make a genuine, entertainer. And we just thought, like, she has held herself very well until that point, and then let's bring her immatureness at that point. She's still only 18, 19, and that's how. And more than anything, I think it's more like, there's no other motive to do that except to bring a lot more humor in a serious situation. So that was the whole purpose for that particular scene. അതിന് നമ്മൾ മുന്നേ ആ ക്യാരക്ടറിന്റെ റൂമിലാണെങ്കിലും ഈ പാട്ടിന്റെ ചില വരികൾ അതിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ പഴയ ചില പാട്ട് പുസ്തകങ്ങളൊക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനൊരു ജസ്റ്റിഫൈ ചെയ്യാനും കൂടെ എന്തിലേക്ക് വരുമ്പോ സിനിമയിലെ ഡയലോഗുകൾ സിനിമ കണ്ടു കഴിയുമ്പോൾ, പക്ഷെ റിലീസിന് ശേഷം കണ്ടു കഴിയുമ്പോൾ ആളുകളെ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ പോകുന്നത് ഡയലോഗുകളായിരിക്കും. കാരണം നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവരെന്താണോ അതാണല്ലോ അതിലവർ സംസാരിക്കുന്നത്. ഇപ്പോ ഓ ജീസസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിലറിലാണ് കൂടെ കിക്ക് കിട്ടുന്നത്, ലൂപ്പിൽ ആൾക്കാർ കാണുന്ന ചില വാങ്ങുന്നതൊക്കെയാണ്. അപ്പൊ ഒരു ഡയലോഗ് എഴുത്തിന്റെ സമയത്ത് Jesus thing is because I use that word quite often. Jesus, like, so anyway we have given her her name is Mary, neighbor. So we just thought we'll add that just to give that a little push. I think it really worked. And she's also an excellent actress. So she has very minimal screen presence, but I think she has done really good in those places. ഭയങ്കര സീരിയസ് സിറ്റുവേഷൻ. And even the scene in the song, in between the song, Girish വന്നിട്ട് food ready ആയില്ല എന്ന് ചോദിക്കുമ്പോൾ അവരുടെ dialogue. So like I said, there are certain characters in the film, they have very little screen time, but they probably will have a maximum impact. Like Kandan, he has 2 scenes in the whole film, but both are like such memorable scenes in the film, because when you walk out of the film, I think people will most remember that last scene. സംസാരിക്കുന്ന ആ സീനാണ് people walk out with. So yeah, I hope these guys get the recognition they deserve and get more films. ഡയലോഗിന്റെ എഴുത്തിന്റെ സമയത്താണെങ്കിൽ പോലും ഇത്ര അധികം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഇവരെല്ലാം യൂണിക്കായി നിൽക്കും വേണം. ഇവരെ പ്ലേസ് ചെയ്യാനായിട്ട് ഇതുപോലെ പല സ്റ്റൈലില് അവരുടെ ബിഹേവിയർ അനുസരിച്ച് ഡയലോഗുകൾ, അതിലൊരുപാട് സ്ട്രഗിൾ ഉണ്ട്. Not really. Like I said, it's every character sort of came into our head very organically. And നമ്മള് ഒരു ദിക്കിലും ഇത് കോൺഷ്യസ് ആയിട്ട്, okay, hold on a second, let's wait, okay, there's this character, so we need to give him different feel, different look, different, അതൊന്നും ഇല്ല. Some like certain things, like it was not even like we had thought through it. It's just accidentally, like Sugu character എപ്പോഴും food, it just happened by accident. Like 4-5 scenes we suddenly looking and he is eating, and then we thought, okay, then we'll carry on with the whole thing for the rest of the film. So evide nokkiyalu pulli endengilum. So these are the things that organically happen. Like I said, like I don't write from top to bottom. It is just nammal create it when we combine everything, then adinu venda thread inu venda extra sadhangal nammal ketti kodukku. So like for example, Sugu had 8 scenes, 5 scenes he was eating, then we decided, okay, then we'll add for the other 3 scenes also. ആ രീതിയായിരുന്നു. In terms of dialogue, no, it was pretty much നമ്മൾ ആർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്തില്ലെങ്കിലും നമുക്കറിയാലോ ക്യാരക്ടേഴ്സ് ആരാണ് എന്താണെന്ന്. അപ്പൊ അത് നാച്ചുറലി അങ്ങനെ വരുള്ളൂ. മെമ്പർ ഒരു രാഷ്ട്രീയം സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മളത് വേണമെന്ന് വെച്ച് ഒരു സാധനം എഴുതിയില്ലെങ്കിലും അവര് സംസാരിക്കുന്ന ഒരു സാധനം നമുക്കറിയാതെ വന്നു പോകും. അയാളുടെ ആംഗിളിൽ നിന്നല്ലേ നമ്മളത് ആ ഡയലോഗ് ആലോചിക്കാം. സുജിത്തിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, മരത്തിന് പോലെ ചാടി അമ്മയുടെ ഗ്ലാമർ പറഞ്ഞു പോയിരുന്നു. Because he is a very playful character and guy with no holds bar, like എന്ത് വേണമെങ്കിലും പറയും വായി തുറന്ന്. So then we thought, okay, let him be funny with everyone. ആ മരത്തിൽ കയറിയ scene, it was not
and it was not, that's not how it was planned. We, like I said, certain characters struggle with certain locations, so we tried to place it in a different place, but it wasn't working. Then we thought we'll make him more comfortable. We put him up the tree, and then he started getting that vibe. So അങ്ങനെയായിരുന്നു, but eventually it worked out for our film. So അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും സിനിമ ഇനി റിലീസിന് ശേഷം കൂടുതൽ ചർച്ചയാവട്ടെ. Sure, right. എല്ലാവരും കൊണ്ടുവരട്ടെ. thank you. Thank And you. thanks to the queue. ഞാൻ പറഞ്ഞ പോലെ തന്നെ, I mean, I couldn't meet Manish, but Manish has been supportive of, especially me, from day one. 041 days തൊട്ട് he's been extremely supportive, and then fully after he watched IFFK, he was very appreciative of it, and he really, because he's also from, he's a neighboring district. He's from Kannur, so that support system is always there for us. So big thanks to him also, and you also. Okay, thank you. Thank you. Thanks.